അമ്മ ഹായ് ഗുഡ് മോർണിംഗ് കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ പോലെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമ്മ അന്ന് ഞങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് ഡിസ്ട്രിക്ട് ഫീൽഡിൽ പോയിട്ട് പരിപാടികളും മാച്ച് പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് പൈസ കയ്യിലുണ്ടാവും. അതിൽ ഐസ്ക്രീമുകൾ കഴിക്കുക, പല രീതിയിലുള്ള പലഹാരങ്ങൾ കഴിക്കുക. നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴോ വീട്ടിൽ ഇനി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെന്നല്ല, ബിസിനസ്സിന് പോകുന്ന ആൾക്കാരും പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അന്നത്തെ കാലത്ത് എന്നല്ല ഇന്നത്തെ കാലത്ത് ഏകദേശമൊക്കെ ചിലയിടങ്ങളിലൊക്കെ എല്ലാവരും ഫ്രീ ആയിരിക്കും. എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നല്ല ഭക്ഷണമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കടയോരങ്ങളിൽ ഇങ്ങനെ നടന്നു വരില്ലേ, അവിടെ ടാക്സി പേട്ട ഉണ്ടാവും, ഓട്ടോ പേട്ട ഉണ്ടാവും, ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. അതുപോലെ വല്ല എന്തെങ്കിലും ചെറിയ പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു ഇതൊക്കെ ഫ്ലാഗ് ഹോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തുനിന്നും ലഡ്ഡു, ബൂന്തി, ചോക്ലേറ്റ് അങ്ങനെ പലതൊക്കെ കഴിച്ച് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഓണം വിഷു ഒന്നും അല്ല, റംസാൻ ക്രിസ്മസ് ഒന്നും അല്ല, അതിനേക്കാളും വലിയൊരു ആഘോഷമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടം അതിനേക്കാളും നല്ലതായിരിക്കും നമ്മുടെ കാലഘട്ടം കേട്ടോ. അന്നൊക്കെ അത്രയും വലിയൊരു ഫെസ്റ്റിവൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ, എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിൽ കാണുന്നൊരു ദിവസം അല്ലേ. ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ചില ബന്ധുക്കൾ നമ്മുടെ ടൗണിലേക്ക് വരുന്നൊരു ദിവസം ഉണ്ടായിരുന്നു, അത് ബുധനാഴ്ച മാത്രമായിരുന്നു, ചന്ത ദിവസം. പക്ഷേ ഈ ആഗസ്റ്റ് 15 അവരൊക്കെ നാട്ടിലേക്കൊന്ന് വരും അല്ലേ. അങ്ങനെ വന്ന് എല്ലാവരും ഒരുമിച്ച് കാണാമെന്നൊരു ഉദ്ദേശത്തിൽ കൂടി വരും. അപ്പോൾ അന്നൊക്കെ സ്പെഷ്യൽ കഴിച്ച് മാത്രം ശീലിച്ച എനിക്ക് എന്താണാവോ ഒന്ന് സ്പെഷ്യൽ. അതൊക്കെ എന്തിനാ പറയണത്? ഇനി വേറെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു അഹിംസ ഉണ്ടാവില്ലേ? അല്ലമ്മ പാവയമ്മ, അഹിംസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ കൊല്ലാനല്ല കഴിക്കാനല്ലേ പോണത്. അപ്പൊ എന്താ അമ്മ ഉദ്ദേശിക്കണത്? ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടൻ ഭക്ഷണം, അതായത് പഴയ കാലത്തെ ആൾക്കാരുണ്ടാക്കി സ്വതന്ത്രം ഭാരതത്തിന് മുഴുവൻ കിട്ടിയിട്ട് എന്റെ മദറില്ല, അതായത് അമ്മ, അച്ഛൻ്റെ അമ്മ, നിന്റെ അച്ഛൻ, എൻ്റെ അമ്മ, അവരുണ്ടാക്കുന്നതാണ് ഇന്ന് വെച്ച എൻ്റെ അച്ഛമ്മയും അമ്മയുടെ അമ്മായിയമ്മയും അമ്മയാണ് അമ്മായിയമ്മ. അമ്മയ്ക്ക് ശേഷം അമ്മ കൈപിടിച്ചു കൊടുക്കുമ്പോൾ വേറൊരു അമ്മ സംരക്ഷിക്കേണ്ട പേരാണ് അമ്മായിയമ്മ അല്ല, അതല്ലേ അമ്മായിയമ്മ. അമ്മയിൽ നിന്ന് ഞാനിത് പഠിക്കാൻ പോണു. അതെന്താ അത്ര ചിരിക്കാനുള്ളത്? ശരിയല്ലേ? അപ്പോ ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ ഇളനീര് കാമ്പ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര. ഇതിപ്പോ നമ്മുടെ ഇവരൊന്നും വലിയ ഇഷ്ട കൂട്ടുന്നവരല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് അടച്ചിട്ടുള്ളൂ. ഇളനീര് കാമ്പ് നല്ല ഇളനീരിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ, അതിനാണ് ഇളനീരെന്ന് പറയാ, അല്ലെങ്കിൽ തേങ്ങ എന്ന് പറയും. പിന്നെ തേങ്ങക്കാമ്പ്. അതില് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കുറച്ച് കുരുമുളക് പൊടി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഈ തക്കാളി മാത്രം. ഇത് അവരിടാറില്ല. ആരിടാറില്ല? അമ്മ ഇടാറില്ല. അത് ശരിയാ, അന്നൊന്നും തക്കാളി ഉപയോഗിക്കുന്ന പരിപാടിയേ ഇല്ല. ഇടാറില്ല. പക്ഷെ ഞാനിത് ഇവിടെ തക്കാളി എന്താണ് ഒരു സമാധാനം, അതിന് വേണ്ടി ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇത് ഇടുക. അതിനെന്തിനാണ് അമ്മ അത്ര നാണിക്കണത്? ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. മല്ലിപ്പൊടി കൂടുതൽ വേണം. മുളക് പൊടി എരിവിന് എത്ര വേണം അത്ര മതി. ഇതിന് മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം. ഒരു സ്പൂണ് മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂണ് മല്ലിപ്പൊടി. 2 സ്പൂണ് മല്ലിപ്പൊടി. അല്ല, അതിനെന്തിനാ അമ്മ അത്ര ഒരു ചമ്മല പോലൊക്കെ? അതല്ല, അത് അവര് ഉണ്ടാക്കുമ്പോ ഇടാറില്ലല്ലോ. അതിനെന്താ, അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ. എന്നാലും അത് ഇല്ലാത്തതല്ലേ, അത് ഞാൻ കൂട്ടിന്ന് പറയുമ്പോ അത് വെറുതെ ആവില്ലേ. അവരുണ്ടാക്കിയ പാചകം എന്ന് പറയുമ്പോ ഞാൻ അതിലൊരു എക്സ്ട്രാ ഒന്ന് കൂട്ടുകയല്ലേ, അപ്പൊ അത് പറയണ്ടേ. അപ്പൊ അവരല്ലല്ലോ, ഞാനല്ല ഇവിടെ നിക്കണത്. എന്നാലും അതല്ലല്ലോ എന്റെ ശരി. ഓഹോ, ഇതാണോ അമ്മ ബഹുമാനം എന്നൊക്കെ പറയണത്? ഇത് ഇത്തിരി ഓവർ ബഹുമാനം ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ എന്റെ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞ അത്രയും എന്തറിയോ, ചിലപ്പോ നിന്റെ അമ്മായിമാര് കാണും, അത് ചോദിക്കും, അതെന്താ നിങ്ങളുടെ അമ്മയുടെ പാചകം എന്ന് പറഞ്ഞിട്ട് തക്കാളി ഇട്ട് പറയും. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ പാചകം വെക്കും, അവരെ പാചകം വെച്ചാലും അനിയത്തിമാരുടെ ആര് വെച്ചാലും എന്തെങ്കിലും ഒന്ന് ഞാൻ അതിന് കൂട്ടും. അതായത് ഈ തക്കാളിയാണ് കൂടുതലും കൂട്ടുക. ഇത് ആരോ അമ്മക്ക് പഠിപ്പിച്ചു തന്നാണല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ തക്കാളി കൂട്ടുമെന്ന്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം.
ഞാൻ നമ്മൾ കുറെ വർഷം കർണാടകത്തിലായതല്ലേ, അവിടെ എന്തുണ്ടാക്കിയത് തക്കാളി ഇല്ലാത്തൊരു വിഭവമില്ല. ഇല്ല. അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് ഇടാത്ത ഒന്നുമില്ല. അതിപ്പോ ഞാൻ ഇത്തിരി കുറച്ചിരിക്കുകയാണ്. ഇതൊക്കെ അമ്മയ്ക്ക് അറിഞ്ഞിട്ടായിരുന്നു എൻ്റെ അമ്പു ഞാൻ എല്ലാത്തിനും ഇത്തിരി തക്കാളി ഇടമ്മ പറയുമ്പോൾ എന്നെ കുറ്റം പറയണ്ടെന്ന്, എല്ലാത്തിനും ഒരു തക്കാളി വേണം പറഞ്ഞിട്ട്. അതിവിടെ ഇല്ല ഇപ്പോ. അപ്പോൾ കറിവേപ്പില, പിന്നെ ഇതാ ഈ മല്ലിപ്പൊടി. ഓക്കെ. സ്റ്റൗ ആക്കണം. എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്. അമ്മയൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഇതേ ഇൻഡിപെൻഡൻസ് ഡേ August 15 ആ ഒരു കാലഘട്ടത്തൊക്കെ അമ്മയൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? അന്ന് സ്കൂളില്ലല്ലോ. അല്ല, സ്കൂളില്ല എന്നറിയാലോ, അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് വരുന്നത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ മനസ്സിലുള്ള ചിന്ത തലേ ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോ തന്നെ അല്ല, നിങ്ങളുടെ സ്കൂളിലേക്ക് ഒന്ന് പോകണമല്ലോ, ഫ്ലാഗ് ഹോസ്റ്റിംഗിൽ ഒന്ന് പോകണമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ വരില്ലേ? എന്താണ് അതിന്റെ തലേ ദിവസം തൊട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമല്ലോ. തലേ ദിവസം തൊട്ട് ഒരുക്കാൻ തുടങ്ങാൻ എന്താ കല്യാണോ? അല്ല, ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളൊക്കെ. അമ്മടെ നിങ്ങളുടെ എന്താ പ്രചന്ന വേഷമൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ട്രാക്ടറിന്റെ മുകളിലൊക്കെ എല്ലാത്തിനും ഞാനുണ്ടാവും. എന്ത് പറഞ്ഞാലും എന്റെ ടീച്ചർമാരും ഇടില്ല. അപ്പൊ എന്നെ എന്തെങ്കിലും ഒന്നാക്കിയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ജാൻസി റാണി, കിത്തൂര് ചെന്നമ്മ, ഒന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവിടുത്തെ കുറെ. അവിടത്തെ ഇവിടത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ എവിടത്തെയും. എന്നാ പിന്നെ അവിടെ ഈ മഹാത്മാഗാന്ധിന്റെ വേഷം നിർത്തുന്നത്. മഹാത്മാഗാന്ധി കർണാടകയിലെ ജനിച്ചു. അങ്ങനെയല്ല, കിത്തൂര് ചെന്നമ്മ, ഒന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അറിയോ? ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ വേഷം, പ്രചണ്ഡ വേഷമൊക്കെ കെട്ടിച്ച് ഇങ്ങനെ കൊണ്ടുപോയില്ലേ, അപ്പൊ ആ ഒരു സന്തോഷം. അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. പിന്നെ അന്നൊക്കെ ഈ മേക്കപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ കിട്ടില്ലേ, മേക്കപ്പ് ചെയ്യാൻ സ്കൂളിൽ ആളെ വരുത്തുമല്ലോ. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ ഇളനീർ കമ്പതിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് ഇളക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വെച്ച് നോക്കൂട്ടോ, നല്ല ടേസ്റ്റായിട്ട്. നല്ല മൂക്കാത്തത് വേണം. അതായത് അങ്ങനെ വെള്ളം പോലെ ഉള്ളതല്ല, അതിനും ഒരു ഇത്തിരി ഇളനീര് കുടിച്ചിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇളനീരൊക്കെ കുടിക്കുമ്പോൾ കിട്ടില്ലേ, അതാണ്. അതിൽ കിടന്ന് പിന്നെ ഒന്നിങ്ങനെ അതായതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് ഉപ്പ്. ഇപ്പം നമുക്ക് കല്ലുപ്പാണ് കേട്ടോ. ആരും എൻ്റെ ചോദിക്കും എന്തുപ്പാന്ന്. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ കല്ലുപ്പാണ് മിക്കതിലും ഞാൻ കല്ലുപ്പിടുക. പിന്നെ വല്ല മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, വെള്ളം ഒഴിക്കാണ്ട്, അതിന് മാത്രം ഞാൻ പൊടി ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം എളുപ്പത്തിൽ ചെയ്യാം. ഇത് അമ്മ നല്ല രസമാണ് അവർ വെച്ചാൽ കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ റെസിപ്പിയുടെ ഒരു ഇതുണ്ട് അല്ലേ, അത് നല്ല രസം. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടിച്ചേക്കും. ഇപ്പോൾ അത് കാണാൻ നല്ല പവർഫുൾ കളർഫുൾ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണോ അമ്മ അത് ഉണ്ടാക്കിയത്, അത് അമ്മക്ക് ഇഷ്ടമാണ് വന്നിട്ടുണ്ടാക്കിയതാണോ? സത്യം പറയണം. അത് പറഞ്ഞാൽ മതി. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ബിരിയാണി ആയിരുന്നല്ലോ കഴിച്ചത്. അല്ല, എനിക്ക് അങ്ങനെ അമ്മേനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കിപ്പോൾ ബുദ്ധി വന്നു. ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം ആകുമ്പോഴേക്കും അമ്മയ്ക്ക് ബുദ്ധി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്താ അമ്മ ബുദ്ധിയില്ലാത്ത കുട്ടിയായിരുന്നോ? അമ്മേനെ LKG ചേർത്താൽ ഞാൻ കൊണ്ടുവരുന്നു. അല്ല, ഞാൻ കുറെ നേരമായി നിശബ്ദമായിട്ട് ഇത് ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, അമ്മ പറയാ എനിക്ക് അന്ന് ചെറുപ്പത്തിൽ ബുദ്ധി ഉണ്ടാകുന്നില്ല, അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കി തരില്ല. ഞാൻ 5 മിനിറ്റ് മിണ്ടാണ്ടായി. അപ്പോൾ ഓർത്തു, എൻ്റെ ദൈവമേ, കഴിഞ്ഞ കൊല്ലം ഇതേ ഇൻഡിപെൻഡൻ്റ് ഡേന് മട്ടൻ രാവിലെ തന്നെ കൊണ്ടുവന്ന് മട്ടൻ ബിരിയാണി വെച്ചിട്ട് കഴിച്ചാണല്ലോ. അന്ന് ഈ ലഡ്ഡു ഒക്കെ അമ്മ മേടിച്ചു തന്നല്ലോ. ഇന്ന് മാത്രം ഇന്നൊന്നും മേടിച്ചു തരില്ല. ലഡ്ഡു, ജിലേബി എന്ത് വേണം. അപ്പൊ ഇന്നൊരു പെട്ടെന്നൊരു ദിവസം എങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ ശിഷ്യയായി സുഭാഷ് ചന്ദ്രബോസ് ക്രാന്തികാരിയാണല്ലോ, എങ്ങനെ മഹാത്മാഗാന്ധിയുടെ ശിഷ്യയായി മാറി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ടമ്മ, അമ്മയുടെ ഒരു എന്താ പറയാ, അമ്മയുടെ ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ എടുത്തിട്ട് അവിടെ വെക്കരുത് കേട്ടോ. അത് വെറുതെ ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രം. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ, ശ്വസിക്കാൻ, നടക്കാൻ, വസ്ത്രം ധരിക്കാൻ, സംസാരിക്കാൻ, എല്ലാത്തിലുള്ള സ്വാതന്ത്ര്യം നേടുത്തുന്ന മഹാന്മാരുടെ ദിവസമാണ്. അപ്പൊ അമ്മയുണ്ട് എനിക്ക് സ്വതന്ത്രമില്ലാത്തൊരു ദിവസമാക്കി മാറ്റിയെടുക്കണം.
എന്നിട്ട് പറയാണ് നിനക്ക് ഇളനീരും കൊണ്ട് കൊത്തിയിട്ട് ഞാൻ ശാന്തിയും കൊണ്ടല്ല നേടിയത്, അപ്പോൾ ഞാൻ ശാന്തി ഉണ്ടാക്കി തരാം. അപ്പമ്മൊരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ നാട്ടിലൊരു ശാന്തി ചേച്ചി ഇല്ലേ, പണ്ട് പണിക്ക് വരുന്നുണ്ടാകുന്നില്ലേ, അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക. കാരണം ശാന്തിയാണല്ലോ. ആ ശാന്തിയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ പറയണം. അല്ലടാ ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം എന്താ ഹോട്ടലൊക്കെ അടക്കിയോ? ഇന്ന് ശാന്തി കൊണ്ടാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത്, അപ്പൊ ഒന്നും ഉണ്ടാവില്ല ഞാൻ മൊത്തത്തിൽ വിചാരിച്ചു. ഞാൻ ഇത്ര നേരം അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല ഞാനത് ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ എന്നാലും പറയേണ്ടത് പറയണല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതം നമുക്ക് ശാന്തി കൂടിയിട്ട് ഗാന്ധിവാദിയായി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അമ്മ. അത് കാരണം കൊണ്ട് പറഞ്ഞാണ്. അപ്പം അമ്മയ്ക്ക് ഇത് ഇഷ്ടമുള്ളത് കൊണ്ട് ഇത് വെച്ചു. എനിക്ക് വേറെ എന്തെങ്കിലും വെച്ച് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് ഇഷ്ടമായി, ഉണ്ടാക്കുമ്പോൾ കണ്ടപ്പോൾ അതൊരു ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഇന്ന് ഇൻഡിപെൻഡൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മളൊക്കെ ഇപ്പോൾ നടക്കുന്ന സ്വാതന്ത്ര്യം, സംസാരിക്കുന്ന സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് തൊഴിലെടുക്കണം, എന്ത് ബിസിനസ് ചെയ്യണം, ചിലപ്പോൾ വീട്ടിൽ വെറുതെ ചൊരി മുത്തിരിക്കണം, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ സ്വാതന്ത്ര്യമൊന്നും ആ ബ്രിട്ടീഷുകാരുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവണ്ടായിരുന്നോ? ആരെത്ര പഠിക്കണം, എവിടം വരെ എത്തണം, ഒന്ന് കട്ട് ചെയ്ത് വീഡിയോ പിടിക്കേണ്ടി വന്നു. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സ്വീറ്റ്സ് ആയിട്ട് ഒരു കുട്ടി ഉമ്മർത്ത് വന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, കണ്ടില്ല, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില പേരുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തു വയ്ക്കേണ്ട പേരുകളാണ്. എല്ലാവർക്കും അറിയണ പേരാണ്. ഒരു പ്രാവശ്യം കൂടി അവരെ സ്മരിക്കേണ്ട ഒരു സ്മരണയോടെ ചിന്തിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. വേലുത്തമ്പി ദളവാൻ, പഴശ്ശിരാജ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ടിപ്പു സുൽത്താൻ, ചന്ദ്രശേഖർ ആസാദ്, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ്, സംഗുള്ളി റായ, എന്നെന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മഹാത്മാഗാന്ധിജി. കാരണം എന്താ പറഞ്ഞാൽ ശാന്തി കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ജയിക്കാൻ പറ്റുന്ന ഒരാളും വിശ്വസിക്കാത്ത സമയത്ത് ശാന്തി കൊണ്ട് ഈ ലോകം തന്നെ വിസ്മരിച്ച് നോക്കുന്ന രീതിയിൽ ശാന്തി കൊണ്ട് ഒരു ഭാരതത്തിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുന്നുള്ളത് കാണിച്ചു കൊടുത്ത ഒരേ ഒരു മഹാത്മാഗാന്ധിജി. കാരണം എന്താ പറഞ്ഞാൽ പണ്ട് പുരാണങ്ങളിൽ ഒരു യേശു ഉണ്ടായിരുന്നു, ശാന്തിദൂതനായിരുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പരമാത്മ മഹാഭാരത മഹായുദ്ധം പാടില്ല എന്ന് പറഞ്ഞൊരു ശാന്തിദൂതനായിട്ട് പോയിട്ട് മൂപ്പരെ ബന്ദിയാക്കി. എല്ലാം നമുക്ക് അറിയണ കാര്യമാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരം പോലെ സാധുവായ ഒരു മനുഷ്യൻ ഭാരതത്തിന് സ്വതന്ത്രം മേടിച്ചു എന്നുള്ള സത്യം ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇന്ത്യ വിട്ടുപോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു വിഷവിത്ത് ഇന്ത്യയിൽ വിട്ടിട്ട് പോയി. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സന്തോഷമായി ജീവിക്കരുത്, നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ കൊണ്ടുപോയി, സമാധാനം ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിഷവിത്ത് വിതച്ചിട്ട് പോയാൽ എന്താ നമുക്കറിയോ? നമ്മുടെ ഉള്ളിൽ വർഗീയത എന്നൊരു വിഷത്തിനെ കുത്തിവെച്ച് ഒരു ചെടിയാക്കി അതിനൊരു മരമാക്കി ഇന്നും ആ വർഗീയത നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്നാണോ സമ്പൂർണ്ണമായിട്ട് ആ വർഗീയതയും കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാവുന്നത്, അന്ന് മാത്രമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം, ഫ്രീഡം കിട്ടുന്നത്. അന്ന് ഒരുമിച്ച് എല്ലാവർക്കും പറയാൻ പറ്റും ഹാപ്പി ഇൻഡിപെൻഡൻറ്റ് ഡേ അല്ലേ? അന്നാണ് യഥാർത്ഥമായ ഇൻഡിപെൻഡൻറ്റ് ഡേ. അതുവരെ സത്യം പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ഡേ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടോ തോന്നി വലിയ പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വരുമ്പോൾ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ചു പോയവരടക്കം ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടമൊക്കെ വരുമ്പോൾ ഒരു ജാതിയില്ല, ഒരു മതവും ഇല്ല. അപ്പോൾ ഒരു ദുരന്തം വരണം ഒരാൾക്ക് ഒന്നാവുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഭാരതത്തിൽ ഇന്നത്തെ ഞാനടക്കം ഉള്ള ഒരു ജനങ്ങൾ അങ്ങനെ ആയിപ്പോയി. കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു ചിന്ത മാറ്റി ജാതിയില്ല, മതമല്ല, ഏത് ജാതിയുണ്ടോ അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ജാതിയിൽ വിശ്വസിച്ചോളൂ, പക്ഷേ മറ്റുള്ള ജാതിയിൽ തിരസ്കരിക്കരുത്, എല്ലാവരും ഒന്നാണെന്നൊരു ചിന്തയുണ്ടാവണമെന്ന് ഈ സ്വതന്ത്ര ദിനത്തേക്കും നമ്മൾ ചിന്തിക്കാൻ പറ്റിയ ജീവിതകാലം മുഴുവൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടുണ്ടെങ്കിൽ ഇത്രയും സുന്ദരമായ ഒരു ഭാരതം വേറെ എവിടെ ഉണ്ടാവില്ല. അതിൻ്റെ ഒപ്പം തന്നെ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഭഗത് സിംഗിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. 23 വയസ്സിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഭഗത് സിംഗിനെ കാണാൻ വേണ്ടി അമ്മ അവസാനമായിട്ട് വന്നപ്പോൾ ഭഗത് സിംഗ് അമ്മയുടെ മുഖമൊക്കെ ഒന്ന് പുഞ്ചിരിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? അമ്മയുടെ കൈകളൊന്ന് പിടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ 23 വയസ്സ് മാത്രം പ്രായമുള്ള നിന്നെ തലോടി, ഏത് കൈ കൊണ്ടാണോ തലോടിയത്, ഏത് കൈ കൊണ്ടാണോ നിനക്ക് ഭക്ഷണം നൽകി തന്നത്, അതേ കൈ കൊണ്ട് കുറച്ച് നേരത്തിന് ശേഷം നിന്റെ മൃതദേഹം കൊണ്ടുകൊണ്ട് വരുമല്ലോ എനിക്കെന്ന് പറയുമ്പോൾ ഭഗത് സിംഗ് പറഞ്ഞാൽ എന്താ അറിയോ? അമ്മ, ഞാൻ ഇന്ന് ഈ നാടിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യണം. നാളെ സ്വതന്ത്രമായി ശ്വസിക്കാൻ, സ്വതന്ത്രമായി ജീവിക്കാൻ നമ്മുടെ എന്ന് പറയുന്ന ഒരു നാടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മരിച്ചു വീഴുന്ന ഈ നിമിഷം തന്നെ എനിക്ക് ശേഷം അനേകമായിരം ഭഗത് സിംഗുകൾ ഉണ്ടാവും. അവരിൻ്റെയൊക്കെ രൂപത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനും പോരാടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഒരു മകൻ്റെ പകരം ലക്ഷക്കണക്കിന് മക്കൾ അമ്മയ്ക്ക് കിട്ടുന്നു. അപ്പോൾ അഭിമാനത്തോടു കൂടി പേടിക്കാണ്ട് വറയ്ക്കാണ്ട് നേരെ തൂക്കുകയർക്ക് മുമ്പിൽ പോയി നിന്ന് അവിടെ ആ തൂക്കുമരത്തിന് മുമ്പത്ത് കൂടി തല കുനിക്കാണ്ട് നിന്ന ഭഗത് സിംഗിനെ നമ്മൾ എന്നെന്നും ഓർക്കണം. ബ്രിട്ടീഷുകാർ കൂടി മറച്ചുപോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1-2 ആൾക്കാരാണോ? വേലുത്തമ്പി ദളവാൻ, പഴശ്ശിരാജ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ,
ടിപ്പു സുൽത്താൻ, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, സംഗുള്ളി റായ, കിത്തൂരി ചെന്നമ്മ, അങ്ങനെ അനേകമായിരം പേര്. ഇന്ന് മുഴുവൻ ഒരു എപ്പിസോഡ് എടുത്താലും അവൻ്റെ ഒന്നും പേര് പറഞ്ഞ് തീരാൻ പറ്റില്ല. കാരണം അവൻ്റെയൊക്കെ ചോര വീണ മണ്ണാണ്. ശാന്തിയും കൊണ്ട് ഈ ലോകം ജയിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന മഹാത്മാഗാന്ധിയുടെ നാടാണ്. കാരണം പണ്ടൊരു കാലത്ത് യേശു, പണ്ടൊരു കാലത്ത് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം പാടില്ല എന്ന് പറഞ്ഞൊരു ശാന്തിദൂതനായി പോയി സ്വയം ബന്ധിസ്ഥനായി എന്നുള്ള കാര്യം മറക്കരുത്. യേശുനാഥൻ ഈ ഭൂമിക്ക് നന്മ വരണമെന്ന് സ്വന്തം ചോര ഈ ഭൂമിയിൽ ഒറ്റിച്ച് പോയ വ്യക്തികളാണ്. അപ്പോൾ ശാന്തി കൊണ്ട് മാത്രമേ ഈ ലോകത്തെ ജയിക്കാൻ പറ്റുന്ന പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു, ഗാന്ധിയെ കൊണ്ട് സാധിക്കില്ല എന്ന്. അവസാനം ഈ ലോകം മുഴുവൻ ഒറ്റ വാക്കിൽ ഒറ്റ പേരിൽ പറഞ്ഞു മഹാത്മാഗാന്ധിജിന്ന്. ആ മഹാത്മാവ് എന്ന പേര് വരാൻ മെയിൻ കാരണം ഇന്ത്യക്ക് മേടിച്ച സ്വാതന്ത്ര്യവും മൂപ്പൻ്റെ ജീവിതശൈലിയുമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാം കവർന്നു കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ അവസാനം ഒരു വിഷവിത്ത് ഈ ഭൂമിയിൽ വിട്ടിട്ട് പോയി. എന്താണ്? സമ്പത്തോ ഞങ്ങൾ കൊണ്ടുപോയി, സമാധാനം നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് അത് പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ ജാതി എന്നുള്ളൊരു വിഷം അന്നൊരു വിത്തിട്ട് പോയി. അത് വലിയൊരു ആൽമരമായി ഇന്നും വളർന്നുകൊണ്ടുണ്ട് അല്ലേ. അവസാനം ഒത്തിരി കുരുമുളക്. അപ്പോൾ ആ ഒരു ചിന്താ മനോഭാവം കൂടി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിയ ജാതി മതമൊക്കെ ഉണ്ടായിക്കോട്ടെ, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒന്നാമെന്നുള്ള ചിന്തയുണ്ടായ ഈ സുവർണമായ ഭാരതത്തെ, ഈ ജനതയെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ഒന്നാവണമെങ്കിൽ ഒരു പ്രളയം വരണമെന്നോ ഒരു വെള്ളപ്പൊക്കം വരണമെന്നോ അന്ന് ജാതി മതമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമല്ല വരേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭാരതീയരാണെന്നുള്ള ചിന്ത ഓരോരുത്തരുടെ ഉള്ളിൽ വന്ന ആ ദിവസം അന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻറ്റ് അല്ലേ. അന്നാണ് സ്വതന്ത്ര ഭാരതം. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നില്ലേ? അപ്പോൾ ഇതായി. ഇതിൽ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇതാണ് ഇളനീർക്കറി. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇന്ന് എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. പണ്ടാണെങ്കിലും ഇന്നാണെങ്കിലും മക്കളൊക്കെ വീട്ടിലുള്ള എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമായിരിക്കും. എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ദിവസത്തിൽ ഒരുപാട് നീട്ടി വലിച്ചൊരു രാമായണ മഹാഭാരതം ഇതുപോലൊന്നും നീട്ടി വലിച്ച് വലിയൊരു കഥയൊന്നും പറയാതെ നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കാതെ ചെറിയൊരു വീഡിയോ എടുത്ത് പോകാമെന്ന് ഞങ്ങളും വിചാരിച്ചു. ചെറുതായാലും ഇത്തിരി വലുതായിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പറയാൻ പറ്റില്ല. വാക്ക് തുറന്ന് നിർത്താത്തൊരു മനുഷ്യനായതുകൊണ്ട് എങ്ങനെ നിർത്തുമോനെ, ഇതൊരു ചെറുതായി പോട്ടെ മോനെ എന്ന് അമ്മ പറഞ്ഞുകൊണ്ടുണ്ട്. കാരണം എല്ലാവരും ഫ്രീ ആയിട്ട് അവരവൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം ചെലവഴിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഈ ഒരു അമ്മേനെയും നിന്റെ ഈ വാക്കും കേട്ട് അവർക്ക് ബോറടിക്കണ്ട എൻ്റെ പൊന്നു പോനെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചാൽ വിളിച്ചോളൂ. അപ്പൊ വരൂട്ടോ. എന്തായാലും ഞാൻ ഈ ഇളനീർക്കറി മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും തരാം. എന്താ പറയുക, ഇവൻ ഇതൊന്നും വേണ്ട, അപ്പൊ ഇവൻ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്കും തരാം കേട്ടോ. അപ്പോൾ വരുമല്ലോ. പക്ഷേ ഈ ഇളനീർക്കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ് 100%. അപ്പം അമ്മ ഊണ് കഴിച്ച് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കടന്നുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ വീരപുരുഷന്മാരൊക്കെ നൽകിയ ഒരു മഹാദാനം, ജീവദാനം നൽകിയ ഭൂമിയാണ് നമ്മുടെ ഭൂമി. ഇവിടെ ഈ ഒരു സ്വതന്ത്രം കിട്ടാൻ അവിടെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, ഒരു മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യൻ ഒറ്റ പേരാണ്ടായുള്ളൂ, ഇന്ത്യ എന്ന് മാത്രം. ആ ഇന്ത്യ എന്നുള്ള പേര് മാത്രം ഒരിക്കലും മറക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് മനുഷ്യൻ സ്നേഹിച്ച് ഈ ഭാരതത്തെ ഒരു സ്വർഗമാക്കാൻ ഞങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ എല്ലാവരും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു ദിവസം വർഗീയത ഈ ഭൂമിയിൽ നിന്ന് നശിച്ച് പണ്ടാറടങ്ങി പോകും. സത്യമായിട്ടും അതൊക്കെ അങ്ങനെ തന്നെ പോകേണ്ടത് അല്ലേ. ഈ ഒരു വർഗീയത ഒരിക്കലും മനുഷ്യൻ നമ്മൾ അത്ര തന്നെ. അപ്പോൾ യഥാർത്ഥ സ്വതന്ത്രം, യഥാർത്ഥ ഇൻഡിപെൻഡൻസ് നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ കഴിക്കാൻ നമ്മൾ വിളിച്ചില്ല. കഴിക്കാൻ എല്ലാവരും ഇളനീർക്കറി ഉറപ്പായിട്ട് നിങ്ങൾ വെച്ച് നോക്കും കേട്ടോ. ഒരു 2 ഇളനീര് മേടിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചോളൂ. എന്നിട്ട് അതിൻ്റെ കാമ്പ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയും. ഞാൻ 100% പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനെന്താ കണ്ണൊക്കെ അടിക്കണമ്മ? അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിക്കനും മട്ടനും വേണമെങ്കിൽ അത് എന്ത് കിട്ടിയാലും ഇത് മാറ്റി, ഇതുണ്ടെങ്കിൽ ഇത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വരും. ഓക്കെ ബൈ. ഒരിക്കൽ കൂടി.